സർ, എനിക്ക് ഇപ്പോഴത്തെ കേരളത്തിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ കാണുന്ന പ്രോജക്റ്റുകളുടെ ഇംപ്ലിമെൻറ്റേഷനിൽ വരുന്നതിൽ കുറേ ഡൗട്ടുകളാണ്. അതൊരു മൈൻ ട്രെയിനറും പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് വിദഗ്ധനുമായ സാറിന് അതേക്കുറിച്ച് അഡ്വൈസ് വേണമെന്നുണ്ട്. ഒന്ന്, നമ്മളൊരു പ്രോജക്റ്റ് ഡിസൈൻ ചെയ്യാൻ വരുമ്പോൾ അദ്ദേഹം ഒരാളെ മാത്രം കണ്ടാൽ മതിയോ? ഇപ്പോൾ ഒരു ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഉണ്ടാകാം, കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്യണമാകും, അങ്ങനെ പല രീതിയിൽ പല പോയിന്റുകളുണ്ട്. ഇത് അവർക്കൊരു ഐഡിയ ഇല്ലാതെ പലരും പ്രോജക്റ്റ് ഫെയിലിയർ ആകുന്നതായിട്ടാണ് ഒരു 80% നമ്മൾ കണ്ടു കാണും. അതിന് സാറിൻ്റെ അഭിപ്രായം എന്താണ്? ഇതിനകത്ത് പറയുമ്പോഴേ, ഈ നമ്മൾ കേരളത്തിൽ ഇങ്ങനെ നമുക്കൊരു സംസ്കാരവും ഇല്ല, ഒരു രീതിയില്ല, കേട്ടുകേഴ്വി നമുക്കില്ല. പക്ഷേ നമ്മളിപ്പം ഈ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് നല്ലതുപോലുള്ള ഏത് രാജ്യത്ത് ചെന്നാലും ഈ പ്രൊഫഷണൽ ഹെൽപ്പുകൾ എല്ലാ പ്രൊഫഷണൽസിനും നമുക്കവിടെ കിട്ടും. വലിയ കോസ്റ്റ്ലിയും അല്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ സിലിക്കൺ വാലി, അപ്പോൾ സാൻ ഫ്രാൻസിസ്കോയിൽ നമ്മൾ ചെന്ന് സിലിക്കൺ വാലിയിൽ നമ്മളൊരു ആക്ടിവിറ്റി കൊണ്ട് പോവുകയാണെങ്കിൽ, ഒരു ബിസിനസ് തുടങ്ങാനായിട്ട് നമുക്കപ്പോൾ ആദ്യം ഒരു പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ പാർക്ക്, അതിൻ്റെ രൂപമാണ് അവിടെ. അതൊരാളിൻ്റെയാണ്, അല്ല ഒരു കമ്പനിയുടെയാണ്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ കോൺസെപ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരു റൂമോ ഇൻക്യുബേറ്ററോ നമുക്ക് തരും. ഒരു പൈസ കൊടുക്കണ്ട. പക്ഷെ അവരുടെ ഇതിന് പേപ്പറിൽ ഒപ്പിടുമ്പോൾ നമുക്ക് അവിടെ നിന്ന് ഉണ്ടാക്കുന്നതിൻ്റെ ഇത്ര ശതമാനം സ്റ്റേക്ക് അവർക്ക് കൊടുക്കണം, ഷെയർ കൊടുക്കണം. അതുപോലെ തന്നെ നമ്മൾ അടുത്ത ദിവസങ്ങൾ നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ, അവിടെ ഏജൻസികളെ വിളിച്ചിട്ട് ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ പല ആൾക്കാർ നമ്മളായിട്ട് വന്ന് നോക്കിയിട്ട് ഇതിനോട് താല്പര്യമുള്ള ആൾക്കാർ, പാഷനേറ്റ് ആയിട്ടുള്ള ആൾക്കാർ വരും. അവർക്ക് ശരിക്കും പറഞ്ഞാൽ മിനിമം നിന്ന് പിടിക്കാനുള്ള കൊടുത്താൽ മതി. ബാക്കി അവർക്കത് വിജയിക്കുമ്പോൾ സ്റ്റേക്കായിട്ട് കൊടുത്താൽ മതി. അവർ നമ്മുടെ ഒരു പാർട്ട്ണറെ പോലെ വർക്ക് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ആ സിസ്റ്റത്തെക്കുറിച്ച് സ്റ്റഡി ചെയ്യാനോ, അതിൻ്റെ റിസ്ക് അസസ് ചെയ്യാനോ, ഫണ്ടിങ് കണ്ടെത്താനോ, അതല്ലെങ്കിൽ അതിനെ മാർക്കറ്റ് ചെയ്യാനോ. അപ്പോൾ ഒരു ബിസിനസ് വിജയിക്കാനായിട്ട് വിവിധങ്ങളായ 30 വിവിധ എക്സ്പെർട്ട് പ്രസ്ഥാനങ്ങൾ അതെല്ലാം അവിടെ ഉണ്ട്. ഇവിടെ നമുക്ക് ഇതിന് സമാനമായിട്ട് ഇപ്പോൾ ഒരു കൺസ്ട്രക്ഷൻ പ്രോഗ്രാമിന് നമുക്ക് വിവിധങ്ങളായ ആൾക്കാരെ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടെ അടുത്ത് കിട്ടാവുന്നത് ബാംഗ്ലൂർ മാത്രം. ഓക്കെ, ബാംഗ്ലൂർ നമ്മളൊരു കെട്ടിടം വെക്കാൻ പോവുകയാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ കൺസ്ട്രക്ഷൻ്റെ തന്നെ വിവിധ പ്രൊഫഷണൽസിന് നമുക്ക് കിട്ടും. ഇവിടെ നിയമം അനുശാസിക്കുന്നത് മാത്രമേ പലപ്പോഴും ഒരു സിവിൽ എഞ്ചിനീയർ മാത്രമായിരിക്കും ചിലപ്പോൾ വീട് വെക്കുന്നത്. ചിലപ്പം സിവിൽ എഞ്ചിനീയർ പറഞ്ഞ് ചിലപ്പം ഒരു ഡിപ്ലോമക്കാരനായിരിക്കും, ചിലപ്പം ബിടെക് ചെയ്തിട്ടുള്ള ആളെ കഴിഞ്ഞും കുറച്ചുകൂടെ നന്നായിട്ട് ചിലപ്പോൾ സിവിൽ എഞ്ചിനീയർ ആയിരിക്കും ചെയ്യുന്നത്. പക്ഷേ അവിടെ നമുക്ക് ഞാൻ ചോദിക്കട്ടെ, അവിടെ ചെറിയൊരു മാറ്റം വരുത്തി കഴിഞ്ഞാൽ ആ വർക്ക് എടുക്കുന്ന ആളിന് ആ സ്പേസ് യൂട്ടിലൈസ് ചെയ്യുന്നത് ഈസ്തെറ്റിക്കിനും വേണ്ടി അയാളുടെ തന്നെ ഒരു കെയർ ഓഫ് ഒരു ആർക്കിടെക്റ്റിനെ കൺസൾട്ട് ചെയ്യുക, ആർക്കിടെക്റ്റ് അതുപോലെ തന്നെ ഒരു സിവിൽ എഞ്ചിനീയറെ കൺസൾട്ട് ചെയ്യുക, അതുപോലെ തന്നെ ഇവർ തന്നെ സ്ട്രക്ചറൽ എഞ്ചിനീയറെ കൺസൾട്ട് ചെയ്യുക, അതുപോലെ തന്നെ ഇൻറ്റീരിയർ അതിൻ്റെ ആൾക്കാരെ ഡിസൈൻസ് ഉണ്ടാക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു നല്ല നമുക്ക് 2 ലക്ഷം സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു കെട്ടിടം വെക്കണമെന്നുണ്ടെങ്കിൽ ഒരു 10-20 വിവിധ പ്രൊഫഷണൽസ് വേണം. നമ്മൾ മണ്ണ് എക്സ്കവേറ്റ് ചെയ്യണമെങ്കിൽ, സോയിൽ ടെസ്റ്റ് നടത്തണമെന്നുണ്ടെങ്കിൽ, അപ്പോൾ അതും മുതൽ ഫിനിഷിങ്ങും ലാൻഡ്സ്കേപ്പിങ്ങും എല്ലാം ചെയ്തു വരുന്നതിന് ഈ പ്രൊഫഷണലി 10-20 പേരുണ്ട്. ഓക്കെ, നമ്മൾ അങ്ങനെ ഒരു അപ്രോച്ച് നമുക്ക് കേരളത്തിലില്ല. അപ്പോൾ അതുകൊണ്ട് എന്താ പറ്റുന്നത് വെച്ചാൽ, ഗവൺമെൻറ്റൊക്കെ ഒരു പ്രോജക്റ്റ് വരുമ്പം അതിനകത്ത് ഏറ്റവും കൂടുതൽ പവറുള്ള ഉദ്യോഗമുള്ള ആൾ പറയും ഇന്നതുപോലെ മതി, സാർ അവസാനം അത് പരിപാടി വരുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ് നമുക്ക് ഉദ്ദേശിക്കുന്ന റിസൾട്ടിലേക്ക് വരത്തില്ല. നമ്മളുണ്ടാക്കിയ ഒരുപാട് സംഭവങ്ങൾ ഓടാതെ കിടക്കുന്നതിൻ്റെ ഒരു റീസൺ ഇതാണ്. പിന്നെ ഈ എക്സ്റ്റേണൽ കൺസൾട്ടൻസിയോ അതെല്ലാം ഇപ്പം നമുക്ക് ഇത്രയും പബ്ലിക് സെക്ടേഴ്സ് ഉണ്ട് കേരളത്തിൽ. ആക്ച്വലി പബ്ലിക് സെക്ടർ ഈ കുറേ എണ്ണം നഷ്ടം ഉണ്ടാക്കുന്നതിനെല്ലാം നമ്മൾ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് കൊടുത്തുകൊണ്ടിരിക്കുന്ന പൈസയുടെ ടാക്സ് നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന പൈസ ഉണ്ടെങ്കിൽ അത്രയും വെൽഫെയർ ഇവിടെ ചെയ്യാം. വയസ്സായവർക്ക്, രോഗികൾക്ക്, ക്യാൻസർ രോഗികൾക്ക്, ഇവർക്കൊന്നും നമുക്ക് കൊടുക്കാൻ പറ്റാത്തതെല്ലാം കൊടുക്കാൻ പറ്റും. പക്ഷേ ആ കാശ് നമ്മൾ എവിടെയാണ് കൊടുക്കുന്നത്? KSRTCക്ക് അനുബന്ധമായ അതിന് പകരമുള്ള കുറേ സ്ഥാപനങ്ങൾക്ക്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാലേ ഈ വണ്ടി ഓടിക്കലൊന്നും ഗവൺമെൻറ്റിൻ്റെ ജോലിയല്ല, ബിസിനസ് ചെയ്ത് ഗവൺമെൻറ്റിൻ്റെ ജോലിയേ അല്ല. ഗവൺമെൻറ്റിൻ്റെ ബേസിക് ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൗരൻ്റെ ജീവന് സംരക്ഷണം കൊടുക്കണം.
പിന്നെ പൗരനുണ്ടാക്കുന്ന സ്വത്തിന് സംരക്ഷണം കൊടുക്കണം. പിന്നെ പൗരനുണ്ടാക്കുന്ന എൻ്റർപ്രൈസസിനൊക്കെ റെഗുലേഷൻ കൊടുക്കണം. ഇപ്പോൾ നമ്മൾ ററയൊക്കെ വന്നൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഇത്ര കാലത്തിന് ശേഷമാണ് ഈ സാധനം വരുന്നത്, ററ വരുന്നത്. അപ്പോൾ ററ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു 4-ൽ 3 ബിൽഡേഴ്സും ഇല്ലാതായി. കാരണം അവർക്ക് ലാഭകരമായിട്ട് കൊണ്ടുപോകാൻ പറ്റില്ല, അവർക്ക് നിലനിൽക്കാനും പറ്റില്ല, വാനിഷ് ചെയ്തു എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ഈ പ്രൊഫഷണലിസം ഒത്തിരി വന്ന് എടുക്കുന്ന ആൾക്കാർ, നടത്തുന്ന ആൾക്കാർ അതിനെ പിന്നെ എക്സ്പേർട്ടുകളുടെ സഹായം എപ്പോഴും എടുക്കണം. എക്സ്പേർട്ട് സഹായം എടുക്കുക നമുക്ക് ലാഭമാണ്, ചിലവും കുറവാണ്. അതുപോലെ തന്നെ ഈ നമ്മൾക്ക് ഇപ്പോഴത്തെ സിനാരിയോ, നമ്മളെന്തായാലും കാലം മാറി, ടെക്നോളജി മാറിയിട്ടുണ്ട്. ഇപ്പോൾ വീട് വയ്ക്കുക എന്ന് കൺവെൻഷണൽ ഇപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ എടുത്തു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സിവിൽ വർക്കിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് IT മേഖലയിൽ നമ്മുടെ സെക്യൂരിറ്റി സിസ്റ്റം, ഇൻറ്റേർണൽ ചില റിമൈൻഡേഴ്സ്, അതല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സാധനങ്ങൾ പോലും, ഇപ്പോൾ നമ്മൾ ഹൗസ് ഹോൾഡ് സാധനങ്ങളുടെ പോലും ഇലക്ട്രോണിക് കൺട്രോൾഡ് സാധനങ്ങളാണ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരുപാട് പൈസയേക്കാൾ സമയത്തിനാണല്ലോ വാല്യൂ. അത് നമ്മളുടെ ആളുകളിലേക്ക് എത്തിച്ചേരുന്നില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പോൾ ഈ ഭിത്തി കെട്ടാൻ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു 30%, 32% ഭിത്തിയുടെ വണ്ണമാണ് ഏരിയ സ്പേസ് എടുക്കുന്നത്. അത് കൺസ്ട്രക്ഷൻ കോസ്റ്റിനെ റിഫ്ലക്റ്റ് ചെയ്യുന്നതാണ്. ഇതിന് റിപ്ലേസ് ചെയ്യാനായിട്ട് ഇപ്പോൾ യൂറോപ്പ് പണ്ടൊക്കെ സാൻഡ്വിച്ചുകൾ മെറ്റീരിയലുകൾ ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് നമ്മുടേതായ ഫെറോസിമെൻറ്റുകൾ പോലെയുള്ള ചെറിയ സ്റ്റീലുകളൊക്കെ മാറാൻ ആളുകളുടെ മൈൻഡ് സെറ്റ് മാറ്റാൻ പെടേണ്ടതാണോ, അതോ ഈ കോർപ്പറേറ്റുകളുടെ ആധിക്യം കൊണ്ട് അവർക്ക് ലാഭം കിട്ടുന്ന സാധനങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നതാണോ ഇവിടുത്തെ പ്രശ്നം? ഇത് രണ്ടുമല്ല. കാരണം എന്നറിയോ, നമ്മളുടെ ഈ പ്രൊഫഷണൽസ് പലരും ഈ പാസിങ് റിമാർക്ക് അതിനൊന്നും നിങ്ങൾ ട്രസ്റ്റ് ചെയ്യരുത് എന്നുള്ള കാരണം എന്ന് വെച്ചാൽ നമ്മുടെ മെയ്സണോ കാർപ്പൻറ്റർക്കോ മനസ്സിലാകാത്ത സാധനം എന്തെങ്കിലും ഉണ്ടെങ്കിൽ സാധാരണ വീട് വെക്കുന്നവരോട് പറയണം, അയ്യോ അത് സൂക്ഷിക്കണം കേട്ടോ എന്ന് അവരൊരു പറച്ചിൽ പറയും. അപ്പോൾ എന്താ വെച്ചാൽ ഇത് അതിനകത്ത് മാറ്റം വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഈ മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ്സ് ഈ ഡോക്ടർമാരെ കഴിഞ്ഞും കൂടിയ ആൾക്കാരൊന്നുമല്ല. ഈ ഡോക്ടർമാരിരിക്കുന്ന പോലെ 5-6 വർഷം പഠിച്ചിട്ടൊന്നുമല്ല അവർ ഇറങ്ങിയിട്ടുള്ളത്. പക്ഷേ അവരുടെ പുതിയ മരുന്ന് ഇറങ്ങിയതിനകത്തുള്ള ഓരോ മോളിക്യൂൾസിൻ്റെ പ്രവർത്തനവും എല്ലാം ഇതുവരെ ഉള്ളതിനെല്ലാം സ്വീപ്പ് ചെയ്തുകൊണ്ട് ഇന്ന മാറ്റം വരുന്നു അത് തന്നെ വ്യക്തമാക്കി ഡോക്ടറെ അടുത്ത് വന്ന് പറഞ്ഞ് ബോധിപ്പിച്ച് സാമ്പിളും കൊടുത്ത് പോകുമ്പം ഡോക്ടർക്ക് അത് കൊടുക്കാനൊരു കോൺഫിഡൻസ് ഉണ്ട്. പലർക്ക് കൊടുത്തത് കുറഞ്ഞു കഴിയുമ്പോൾ ഡോക്ടറെ പിന്നെ അത് തന്നെ കൊടുക്കത്തുള്ളൂ, മാറ്റി കൊടുക്കത്തില്ല. പക്ഷേ അതിലും നല്ല സംഭവങ്ങൾ ചിലപ്പം മാർക്കറ്റിൽ കാണും. അപ്പോൾ വേറൊരു മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ് വന്ന് അതിൻ്റെയും അടുത്ത ജനറേഷൻ എന്ന് പറഞ്ഞ് ഡോക്ടർക്ക് ബോധ്യപ്പെടുന്നത് വരെ അത് പോകും. അപ്പോൾ ഈ ഒരു എഡ്യൂക്കേഷന് ഒരു മെഡിക്കൽ ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം ഒരു മാസം 2-3 പ്രാവശ്യമെങ്കിലും നടക്കും. പിന്നെ ഈ ഡോക്ടേഴ്സിന് വേണ്ടിയിട്ട് ഇറങ്ങുന്ന പുതിയ ടെക്നോളജി, പുതിയ സർജറി, ഈ സാധനങ്ങളൊക്കെ വെച്ചിട്ട് മെഡിക്കൽ കോൺഫറൻസുകൾ ലോകത്തിൻ്റെ പല ഭാഗത്തും നടക്കാറുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് വരുമ്പോഴത്തേക്കും ആ മേഖലയിലുള്ള ഡോക്ടർമാർ ആ ടെക്നോളജി അവർ ഉപയോഗിക്കുക. ഓക്കെ, അപ്പോൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അവിടെ അപ്ഡേഷനുണ്ട്. ഇവിടെ നമ്മളുടെ ആർക്കിടെക്ട്സിനാണെങ്കിലും എൻജിനീയേഴ്സ് ആണെങ്കിലും ഈ പഠിച്ചിറങ്ങിയതിന് ശേഷം അപ്ഡേഷനില്ല. അപ്പം എക്സ്പോകളും അല്ലെങ്കിൽ ഈ ഒരു ആൾക്കാരിത് വിൽക്കാനുള്ള ആൾക്കാർ അവിടെ കയറി ഇറങ്ങി അവരെ പഠിപ്പിക്കുക, അവർക്ക് ബോധ്യത വന്നിട്ടില്ല. അപ്പം നമുക്ക് ആദ്യമായിട്ട് ബോധ്യത വരേണ്ടത് ആർക്കിടെക്റ്റിനും സിവിൽ എഞ്ചിനീയറിനും അങ്ങനെ താഴേക്കുള്ള അവിടെ മുതൽ കൊത്തമ്മേശ്ശേരി വരെ നമ്മൾ അവരെ ബോധിപ്പിക്കണം. ആ ബോധവൽക്കരണത്തിൻ്റെ കുറവ് കൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഹൗസിങ്ങിൻ്റെ ടെക്നോളജി ഒരുപാട് മാറിയില്ല. കഴിഞ്ഞ 3 വർഷത്തിനകത്താണ് ഏറ്റവും കൂടുതൽ വന്നേക്കുന്നത്. ഇപ്പോൾ ഈ വീടിൻ്റെ അകമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരു സ്വർഗ്ഗതുല്യ അവസ്ഥയാണ്. അതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര അഫോർഡബിൾ കോസ്റ്റിലുമാണ്. പഴയ രീതിയിൽ നമ്മളെടുത്ത് തേച്ച് മിനുക്കി പെയിൻറ്റൊക്കെ അടിക്കുമ്പോൾ കോസ്റ്റ് വളരെ കൂടുതലുമാണ്. പിന്നെ തന്നെയല്ല ഇപ്പോൾ ഈ 2 നില താഴേന്ന് ആൾക്കാർ ചുമന്ന് മുകളിൽ കയറ്റുന്നു. ആക്ച്വലി ഇതിൻ്റെ ആവശ്യമില്ല. ഈ കൊച്ചൊരു മെഷീന് പോലും ചെറിയ സാധനങ്ങൾ ഇപ്പോൾ കിട്ടാനുണ്ട്. അതിനകത്ത് ഈ പറഞ്ഞതുപോലെ ഒരു 20 ചട്ടി മെറ്റലും സിമെൻറ്റിലും കൂട്ടി കുഴച്ചത് പെട്ടെന്ന് മുകളിൽ വരും, അത് ഉപയോഗിക്കാം. വീണ്ടും പെട്ടെന്ന് വരുവാണ്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനൊന്നും പഴയതുപോലെ അതിനെല്ലാം നമുക്ക് ഓരോരോ മെഷീൻസ് ഉണ്ട്. പിന്നെ ഭിത്തി തേക്കാനായിട്ട് ഇപ്പം ഇൻസ്റ്റാഗ്രാമിൽ നോക്കിയത് കാണാം.
ഭിത്തി തേക്കാനായിട്ട്, തറ ശരിയാക്കാനായിട്ട്. കറക്റ്റ് ചോയ്സ് ആളുകൾ എടുക്കുന്നില്ല എന്നുള്ള എൻ്റെ ഒരു അഭിപ്രായമുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇപ്പം നമ്മൾ പല വീടുകളിലും കണ്ട ഒരുപാട് ജനലുകൾ, വാതിലുകൾ, ഡിസൈൻ സാധനങ്ങൾ ഉണ്ടാക്കി വെക്കും. പക്ഷെ ഇതൊന്നും ഒരു കാലത്തും തുറക്കുന്നില്ല അവർ. അപ്പോൾ വേണ്ടാത്ത സാധനങ്ങൾ ലൈറ്റ് വരാനാണെങ്കിൽ അവിടെ നമ്മൾ ഫിക്സഡ് ഗ്ലാസ് കൊണ്ടോ അല്ലെങ്കിൽ സ്ലൈഡിങ് ഡോർ കൊടുത്തുകൊണ്ടോ കുറച്ചുകൂടെ ഇതിൻ്റെ 4-1 അല്ലെങ്കിൽ 5-1 പൈസയ്ക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. അതെ. പക്ഷേ ഇത് ശരിക്കും നമ്മുടെ റോ മെറ്റീരിയൽ അതല്ലെങ്കിൽ നമ്മുടെ മറ്റ് ഇൻഫ്രാസ്ട്രക്ചറിനൊക്കെ ബാധിക്കുന്നുണ്ടല്ലോ അത്. ഉണ്ട്. ഇപ്പോൾ അടുത്ത കാലത്ത് ഞാൻ ലോകത്തിൻ്റെ പല ഭാഗത്ത് ഞാൻ കണ്ടിട്ടുള്ളത് ഈ അലുമിനിയം അല്ലെങ്കിൽ സ്റ്റീൽ ഇല്ല അതിൻ്റെ അലോയി ആൻഡ് ഗ്ലാസ്. അപ്പോൾ ഇതും കൊണ്ടുള്ള ഒരു നല്ലൊരു ഭാഗം ഞാൻ ഒരിക്കലും ഒരു ചൈനയിലൊരു സ്ഥലത്ത് ചെന്നപ്പോഴേ ഒരു ഭിത്തി, സാധാരണ ഭിത്തിയല്ല, അപ്പോൾ ഹോട്ടലിനൊക്കെ അങ്ങനത്തെ വലിയ ഭിത്തി വരാൻ പറ്റുള്ളൂ. അപ്പം വലിയ ഭിത്തി, ആ ഭിത്തി മുഴുവൻ അവരൊരു താജ്മഹൽ ഉണ്ടാക്കി വെച്ചേക്കാണ്. അത് ഒരു 20 അടി അകലെ നോക്കുവാണെങ്കിൽ റിയൽ താജ്മഹൽ വരെ തോന്നിക്കും. സെറാമിക്സിലാണ്, ടൈൽസാണ്. അപ്പോൾ നമ്മൾ ആ ടൈൽസ് വാങ്ങിക്കുകയാണെങ്കിൽ, അത്രയും ടൈൽസ് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഒരു വീടിൻ്റെ ഭിത്തി ആ രീതിയിലങ്ങ് തീരും. ഞാനിവിടെ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരുപാട് സാധനങ്ങൾ ഇപ്പോഴും കണ്ടതിൻ്റെ മെമ്മറി കിടക്കുക. പക്ഷെ ഇതൊന്നും ഈ പഴയതിൻ്റെ അത്രയൊന്നും കോസ്റ്റും ഇല്ല, ഡ്യൂറബിളുമാണ്, നല്ല ക്വാളിറ്റിയുമാണ്. ഇപ്പം കഴിഞ്ഞ ഒരു 1-2 വർഷമായിട്ടുള്ള മാറ്റം ഇതിനകത്തെല്ലാം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ഒക്കെ കയറ്റി, പിന്നെ ഇൻ്റർനെറ്റിൻ്റെ സഹായവും ഇതെല്ലാം കയറ്റി പിന്നെ ഒരുപാട് മാറ്റം വരുത്തി. ഇനിയിപ്പം 2025 എന്ന് പറയുമ്പോഴത്തേക്കും ഈ കെട്ടിട നിർമ്മാണ മേഖലയിൽ ഭയങ്കരമായ കുതിപ്പുകൾ വരാൻ. കാരണം ഞാൻ അടുത്തിടയ്ക്ക് ഒരു എക്സ്പോ കണ്ടിരുന്നു, തൊട്ടടുത്തൊരു എക്സ്പോ കണ്ടിരുന്നു. അപ്പോൾ അവിടെ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ എനിക്ക് അറിയാനായിട്ട് പറ്റും. ഇപ്പോൾ വേറൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ എനർജി സ്റ്റോറേജിൻ്റെ മേഖലയിലും വലിയ മാറ്റം. അപ്പം നമുക്ക് പിന്നെ ഈ ബാറ്ററി നേരത്തെ എക്സ്പെൻസീവ് ആയിരുന്നു, പക്ഷേ നമുക്ക് ഇപ്പോൾ സർക്കാരിനെ ആശ്രയിക്കാതെ തന്നെ, സർക്കാരിൻ്റെ കണക്ഷൻ പോലും വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് പിന്നെ സൺലൈറ്റിൽ നിന്നുണ്ടാകുന്നതിന് ആവശ്യത്തിന് വേണമെങ്കിൽ നമുക്ക് ശേഖരിച്ച് വെക്കാം. പിന്നെ വേറൊരു കാര്യം അടുത്ത കാലത്ത് കണ്ടത്, നമുക്ക് ഈ സൺലൈറ്റിൽ നിന്ന് തന്നെ AC നല്ലപോലെ പ്രവർത്തിപ്പിക്കാം. പുറത്ത് ഭയങ്കര ചൂടുള്ള സമയത്ത്, നല്ല ചൂടുള്ള സമയത്ത് ഈ പറഞ്ഞ ഇലക്ട്രിസിറ്റി ഉപയോഗിക്കാതെ തന്നെ AC നല്ല ഭംഗിയായിട്ട്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഈ നമ്മൾ LED കൊണ്ടുപോയി ഉപയോഗിക്കുന്നത്. പക്ഷേ ഈ കൺവെർഷൻ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്ക് ചെയ്യാൻ ഒരു സെൻട്രലൈസ് ചെയ്യാൻ സാധിച്ചിരുന്നു എങ്കിൽ നമ്മൾ അതിനൊരുക്കുന്ന കണ്ടക്ടറുകളുടെ എല്ലാം കോസ്റ്റ് കുറയ്ക്കാമായിരുന്നു. വളരെ സ്ലിം ആയിട്ടുള്ള കണ്ടക്ടർ മതി. പക്ഷെ നമ്മൾ ചെയ്യുന്നത് എൻഡ് പോയിന്റിൽ കൊണ്ടുവന്നിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കണ്ടക്ടറുകളെല്ലാം ഹയർ സൈസിൽ ഇടുകയും നമ്മുടെ കോസ്റ്റ് കൂടുകയാണ്. നമ്മുടെ എല്ലാം ഏറ്റവും മുകളിൽ ടെക്നോളജി നമ്മളൊക്കെ മനസ്സിൽ വിചാരിക്കുന്ന IIT-കളാണ്. ഈ IIT-കളിൽ തന്നെ ഇത് വരാതെ നമുക്കിത് താഴെ തട്ടിലേക്ക് എത്തിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ ഒരു ചെറിയ ഇലക്ട്രീഷ്യനെ പോലും ആളുകൾ ഡിപ്പെൻഡ് ചെയ്യുന്ന ഇലക്ട്രീഷ്യനെയാണ്. ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയർ പറയുന്നതിനേക്കാൾ വിശ്വാസത ഇതാണ്. അപ്പോൾ അവരിലേക്ക് എത്തിക്കണമെങ്കിൽ മുകളിൽ നിന്ന് താഴേക്ക് ഒരു ഫാസ്റ്റായിട്ടുള്ളൊരു ഇത് മാറേണ്ടിയിരിക്കുന്നില്ലേ? അതിനെന്ത് ചെയ്യാൻ പറ്റും? അല്ല, ഇവർക്കും ശരിക്കും നമ്മുടെ ഇലക്ട്രീഷ്യൻ ആണെങ്കിലൊക്കെ നല്ല ടെക്നോളജി ഗ്യാപ്പുണ്ട്. IIT-ലുള്ളവൻ പഠിച്ചിട്ട് കാര്യമില്ല. കാരണം വെച്ചാൽ അവരൊരു പർപ്പസോട് കൂടി ഇരിക്കുന്ന പിള്ളേർ അത് പഠിച്ച് അവനതിൻ്റെ PhD ഒക്കെ എടുത്തിട്ട് അവനങ്ങ് പോവുകയാണ്, അവൻ്റെ ജോലിയുടെ കാര്യമായിട്ട്. പക്ഷേ IIT-ൽ ഉണ്ടാക്കുന്ന സാധനങ്ങൾ റെയറായിട്ടാണ് നമ്മുടെ നാട്ടിലെ ആൾക്കാർക്ക് ഉപയോഗിക്കാവുന്ന രീതിയിൽ അത് വരുന്നത്, വളരെ വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് IIT-യുടെ ഒരു പിന്നെ ഇത് ഇപ്പോഴത്തെ അവസ്ഥയിൽ വലിയ പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. മറ്റ് രാജ്യങ്ങളിലുണ്ടാക്കുന്ന, ഇല്ല നമ്മുടെ രാജ്യത്തും മറ്റു രാജ്യങ്ങളിലും ഉണ്ടാക്കാവുന്ന ഈ പറഞ്ഞ പുതിയ സാധനങ്ങൾ ഒരുപാടുണ്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, പിന്നെ വളരെ ചെറിയ എക്സാമ്പിളാണ്. ഞാൻ നമ്മുടെ കോഴിക്കോടത്തെ പ്ലോട്ടിൽ ഒരുപാട് കൊച്ചു കുറ്റികളുണ്ട്. അപ്പോൾ അവിടെ നേരത്തെ നിന്ന് തെളിച്ചെടുത്തപ്പോഴത്തേക്കുള്ള കുറ്റികളാണ്. ഇതിൽ നിന്നെല്ലാം പൊട്ടി വീണ്ടും വളർന്നുകൊണ്ട് നിൽക്കുക. അപ്പം ഞാനിങ്ങനെ അതിന് വേണ്ടിയിട്ടൊരു പരിഹാരമെന്ന് പറഞ്ഞ് ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ഈ കപ്പ പറിക്കുന്നൊരു സാധനം കണ്ടു. സാധനം കണ്ടിട്ട് ഞാൻ താഴേക്ക് ആക്കുമ്പോഴത്തേക്ക് കപ്പ പൊക്കി വരുന്നു. അത് കഴിഞ്ഞ് അതിൽ കൂടെ തന്നെ കുറച്ചുകൂടെ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും കുറ്റികൾ പറിക്കുന്നൊരു സാധനം കണ്ടു. അപ്പോൾ അതെനിക്ക് വളരെ കൗതുകം തോന്നിയിട്ട് അത് അവിടെ വാങ്ങിക്കാമല്ലോ എന്ന് വെച്ച് ഞാൻ അവിടേക്ക് ഇട്ട് കൊടുത്തിട്ട് അത് വെച്ച് സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അത് കൂട്ടി 5-6 മോഡൽ കിട്ടി. ഓക്കെ, അപ്പോൾ 5-6 മോഡൽ ഞാനത് വാങ്ങിച്ചോളാൻ പറഞ്ഞു.
അപ്പോൾ വാങ്ങിച്ചോളാൻ പറഞ്ഞു. അവിടെ വാങ്ങിച്ച എല്ലാ കുറ്റിയെല്ലാം പറിച്ച് കളഞ്ഞേക്കാൻ പറഞ്ഞു. കാരണം പിന്നെ അത് കിളുത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് അത്രയും ചിലവ് കൂടുതല. പക്ഷേ അത് അവിടെ അവരെന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ പണിക്ക് വന്ന് ഒരുത്തൻ പറഞ്ഞ് ഞാനിത് ഉണ്ടാക്കിക്കൊണ്ട് തരാമെന്ന് പറഞ്ഞു. അവനിത് ലൈത്തിൽ പോയി ഉണ്ടാക്കിക്കൊണ്ട് കൊടുത്ത് ഇപ്പോൾ അത് വെച്ചിട്ടാണ് പറിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു മോഡല് ഇതിനകത്ത് കാണിച്ചു കൊടുത്തതേ ഉള്ളൂ, വീഡിയോയിൽ കാണിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ നമ്മുടെ ആൾക്കാർക്ക്. അപ്പം എന്ന് ഞാൻ ചോദിക്കട്ടെ, ഇത് കാണിക്കുന്നവരത്തേക്ക് എന്തുകൊണ്ട് ഇവൻ ഉണ്ടാക്കാതിരുന്നേ? അല്ല, അവർക്ക് എക്സ്പോഷർ കുറവായിരുന്നിരിക്കും. അപ്പം നമ്മൾ ഈ പറഞ്ഞ ഈ ഒരു ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നിപ്പം ഈ യൂട്യൂബിൻ്റെയും ഇൻസ്റ്റാഗ്രാമിൻ്റെയും ലോകം മുഴുവനുള്ള പല സാധനങ്ങളും വരുന്നെങ്കിലും നമുക്കൊരു യൂണിഫോമായിട്ട് ആൾക്കാരിലേക്ക് ഈ സാധനം വളരെ റെഗുലറായിട്ട് സാധനം എത്തുന്നില്ല. പിന്നെ വേറൊരു കാര്യം, ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ 2024 ഈ പകുതിക്കൊക്കെ ഉള്ള വീടിൻ്റെ അകത്തെ ഇൻറ്റേർണൽ മാറ്റങ്ങളെല്ലാം കണ്ടതിന് ശേഷം എനിക്ക് പഴയ സാധനം കൊണ്ട് ഞാൻ എടുക്കില്ല. കാരണം എനിക്ക് ഒരു അതുകൊണ്ടൊരു 1000 എണ്ണമെങ്കിലും ഞാൻ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവമുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്താണേലും ഈ കസ്റ്റമേഴ്സ് ഇത് മനസ്സിലാക്കി വരുന്നത് കൊണ്ട് സർവീസ് പ്രൊവൈഡ് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. അപ്പം ഇതിനകത്ത് ചോദിച്ച ചോദ്യത്തിനകത്ത് ഒന്നാമത്തെ ചോദ്യം ഇതാണ്, നമ്മൾ ഈ വിവിധങ്ങളായ പ്രൊഫഷണൽസിൻ്റെ എക്സ്പെർട്ടൈസ് എന്തുകൊണ്ട് കൺവേർ ചെയ്ത് ഒന്നിച്ചൊരു പ്രോജക്റ്റ് വിജയിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്നില്ല. അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരുവിധപ്പെട്ട ഗവൺമെൻറ് പ്രോജക്റ്റുകളും എല്ലാ പ്രോജക്റ്റുകളും വിജയിക്കും. ആ വിഷ്ടം നമ്മൾ ഉപയോഗിക്കണം. രണ്ടാമത്തെ കാര്യം ഇതാണ്, നമ്മളിപ്പോൾ ഈ ആൾക്കാരിലേക്ക് ഈ വിവരം എന്തുകൊണ്ടാണ് എല്ലാവരും ഈ പഴയ അവസ്ഥയിലേക്ക്, പഴയ കെട്ടിടങ്ങളും എല്ലാ കെട്ടിടത്തിനും ഭയങ്കര ഹെവിയാണ് കയറ്റിയേക്കുന്നത്. ഇത്രയും ഹെവിയുടെ ആവശ്യമില്ല, ഭയങ്കരമായിട്ട് ലോഡ് ചെയ്തേക്കുകയാണ്. വീടുകളെല്ലാം ഡാമുകൾ കെട്ടുന്ന രീതിയിലാണ് കെട്ടിയേക്കുന്നത്. അത്രത്തിൻ്റെ ആവശ്യം. അപ്പം ഭയങ്കരമായിട്ട് ആരും കയറാതെ, അതെ, ഒരു കഥയില്ല അതിനകത്ത്. ഇല്ല, ഇപ്പോൾ ഒരുപാട് സെക്യൂരിറ്റി ക്യാമറകൾ, സെൻസറുകൾ ഡിറ്റക്ട് ചെയ്യാനുള്ള ഒരുപാട് എക്യുപ്മെന്റ്സ് ഉണ്ട്. അത് സാധ്യതകൾ യൂസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. സാധ്യതകൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് തൊഴിൽ ശരിക്കും പറഞ്ഞാൽ നല്ല ടെക്നോക്രാറ്റുകളെ കിട്ടാനില്ല എന്നുള്ളതാണ്, അല്ലെങ്കിൽ അവർ ആ മേഖലയിൽ വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഇല്ല, ടെക്നോളജി ജനകീയമാകുന്നത് കുറച്ച് കുറവാണ്. പക്ഷേ ഞാൻ പറഞ്ഞ വീണ്ടും യൂട്യൂബിൻ്റെയും ഇൻസ്റ്റാഗ്രാമിൻ്റെയൊക്കെ ഒരു ഇത് കൂടി വന്നിരിക്കുന്നത് കൊണ്ട് ഇത് പക്ഷേ പെർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണല്ലോ ഞാൻ അറിയുന്നത്, ഞാൻ പറയുന്നതും. എന്നെപ്പോലെ പറയുന്ന എത്രയോ പേരുണ്ട്. അപ്പോൾ യങ്ങർ ജനറേഷൻ ഇതെല്ലാം ഉപയോഗിക്കുന്നുണ്ട്. ഒരു 40-50 കഴിഞ്ഞവരുടെ കാര്യം പഴയ അവസ്ഥയിലാണ്. ഇതാണ് യഥാർത്ഥത്തിലുള്ള സത്യം. അപ്പോൾ എനിക്ക് മൊത്തത്തിൽ പറയാനുള്ളത്, സീനിയർ ആയിട്ടുള്ളവരെല്ലാം എപ്പോഴും യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ളവരെ കൂടെ അവരുടെ അസിസ്റ്റൻസും കൂടി എടുക്കുക. അവർ നമ്മളെ നയിക്കട്ടെ. എക്സ്പീരിയൻസും പുതിയ ടെക്നോളജിയും മിക്സ് ചെയ്യാൻ എളുപ്പമായിരിക്കും. നമുക്ക് നയിക്കാനായിട്ട് വളരെ എളുപ്പമായിരിക്കും. താങ്ക് യു.